നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 4. എന്റെ പേര് അലക്സ്. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ മുന്നിൽ ഒരു വലിയ രഹസ്യം തുറന്നുകിടക്കുകയായിരുന്നു. എന്റെ കൈയിൽ ഇപ്പോൾ 2 മാന്ത്രിക പേനകൾ ഉണ്ടായിരുന്നു. നീല പേൻ, ചുവന്ന പേൻ. പക്ഷേ എന്റെ മനസ്സ് മുഴുവൻ ചിന്തിച്ചിരുന്നത് മൂന്നാമത്തെ പേനയെക്കുറിച്ചായിരുന്നു. സ്വർണ്ണ പേൻ, ലോകത്തിലെ ഏറ്റവും ശക്തമായ പേൻ. അത് കണ്ടെത്താനുള്ള മാപ്പ് എന്റെ കൈവശമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ യാത്രയ്ക്ക് തയ്യാറായി. ഗവേഷണകേന്ദ്രത്തിൽ കണ്ട മാപ്പ് വീണ്ടും പരിശോധിച്ചു. അതിൽ ഒരു ദ്വീപിന്റെ ചിത്രം ഉണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ദ്വീപ്. അവിടെയാണ് അടുത്ത സൂചന. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര തുടങ്ങി. വഴിമധ്യേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു കറുത്ത കാർ അകലെയായി എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. രാജീവ് മേനോൻ. അദ്ദേഹം ഇപ്പോഴും സ്വർണ്ണ പേനയുടെ പിന്നാലെയായിരുന്നു. ഞാൻ അത് കാര്യമാക്കിയില്ല. കാരണം ഇപ്പോൾ എന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. മൂന്നാമത്തെ പേന കണ്ടെത്തുക. വൈകുന്നേരത്തോടെ ഞാൻ കടൽത്തീരത്ത് എത്തി. അവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ ദ്വീപിലേക്ക് പോകേണ്ടതായിരുന്നു. ഒരു പ്രായമായ ബോട്ടുകാരൻ എന്നെ നോക്കി. "നീ ആ ദ്വീപിലേക്കാണോ പോകുന്നത്?" "അതെ." അദ്ദേഹത്തിന്റെ മുഖം ഗൗരവമായി. "അവിടെ ആളുകൾ അധികം പോകാറില്ല." "എന്തുകൊണ്ട്?" "പഴയ കഥകൾ ഉണ്ട്." "എന്ത് കഥകൾ?" "ഒരു മറഞ്ഞ ക്ഷേത്രം, ഒരു നിധി, ചില രഹസ്യ കാവൽക്കാർ." അദ്ദേഹം കൂടുതൽ ഒന്നും പറഞ്ഞില്ല. ഞാൻ ബോട്ടിൽ കയറി. കടൽ വളരെ ശാന്തമായിരുന്നു. പക്ഷേ എന്റെ മനസ്സ് അങ്ങനെയായിരുന്നില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ദ്വീപ് കാണാൻ തുടങ്ങി. ദ്വീപ് മുഴുവൻ കാടുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഞാൻ കരയിൽ ഇറങ്ങി. അപ്പോഴാണ് ആദ്യമായി ചുവന്ന പേനയുടെ ശക്തി ഞാൻ കണ്ടത്. കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പഴയ ഇരുമ്പ് വാതിൽ എന്റെ വഴി തടഞ്ഞു. ഞാൻ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അപ്പോൾ എന്റെ പോക്കറ്റിലെ ചുവന്ന പേന ചെറുതായി തിളങ്ങി. ഞാൻ അത് പുറത്തെടുത്തു. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ആശയം വന്നു. വാതിലിന്റെ പൂട്ടിനരികിൽ കിടന്ന ഒരു പഴയ ഇരുമ്പ് കമ്പി ഞാൻ എടുത്തു. ചുവന്ന പേന ഉപയോഗിച്ച് അതിൽ സ്പർശിച്ചു. ഒരു ചുവന്ന പ്രകാശം പുറത്തുവന്നു. അടുത്ത നിമിഷം ആ കമ്പി ഒരു താക്കോലായി മാറി. ഞാൻ ഞെട്ടിപ്പോയി. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നീല പേന വസ്തുക്കൾ സൃഷ്ടിക്കും, പക്ഷേ ചുവന്ന പേന വസ്തുക്കളെ മറ്റൊന്നാക്കി മാറ്റും. അതൊരു അദ്ഭുത ശക്തിയായിരുന്നു. ഞാൻ യാത്ര തുടർന്നു. കാടിനുള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ഒരു പുരാതന ക്ഷേത്രം. വലിയ കൽത്തൂണുകൾ, ചുമരുകളിൽ വിചിത്രമായ അടയാളങ്ങൾ. ഞാൻ അടുത്തേക്ക് നടന്നു. അവിടെയുള്ള അടയാളങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അവ 3 പേനകളുടെ ചിഹ്നങ്ങളായിരുന്നു. നീൽ, ചുവപ്പ്, സ്വർണം. അതായത് ഞാൻ ശരിയായ സ്ഥലത്ത് എത്തിയിരുന്നു. ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. അകത്ത് വലിയൊരു ഹാളിന്റെ നടുവിൽ ഒരു കൽപ്രതിമ. അതിന്റെ മുന്നിൽ ഒരു എഴുത്ത്: "ബുദ്ധിയില്ലാത്തവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല." ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് പ്രതിമയുടെ കണ്ണുകൾ പ്രകാശിച്ചു. ഞാൻ പേടിച്ച് പിന്നോട്ട് മാറി. പ്രതിമ ജീവൻ വച്ചതുപോലെ സംസാരിച്ചു. "ആദ്യ പരീക്ഷണത്തിലേക്ക് സ്വാഗതം." എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. "ആരാണ് നിങ്ങൾ?" "ഈ ക്ഷേത്രത്തിന്റെ കാവൽക്കാരൻ." "എനിക്ക് മുന്നോട്ട് പോകണം." "അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം." ഞാൻ തലകുലുക്കി. പ്രതിമ ചോദിച്ചു, "നിനക്കൊരു കിണർ ഉണ്ട്?" "അതെ." "അതിൽ നിന്ന് ദിവസവും വെള്ളം എടുക്കുന്നു?" "അതെ." "പക്ഷേ ഒരു ദിവസം വെള്ളം എടുത്തില്ല. അപ്പോൾ കിണറിലെ വെള്ളം കുറയുമോ?" ഞാൻ ചിന്തിച്ചു. ചോദ്യം വളരെ എളുപ്പമാണെന്ന് തോന്നി. പക്ഷേ ഇതിൽ ഒരു തന്ത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ചു നേരം ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞു, "കുറയില്ല." "എന്തുകൊണ്ട്?" "കാരണം അന്ന് ഞാൻ വെള്ളം എടുത്തിട്ടില്ല." ഒരു നിമിഷം നിശ്ശബ്ദത. ശേഷം പ്രതിമ ചിരിച്ചു. "ശരിയുത്തരം." ഉടൻ തന്നെ ഹാളിന്റെ ഒരു ഭാഗം തുറന്നു. ആദ്യ പരീക്ഷണം വിജയിച്ചു. ഞാൻ മുന്നോട്ട് നടന്നു. പക്ഷേ അതേസമയം മറ്റൊരാൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. രാജീവ് മേനോൻ. അദ്ദേഹം എന്നെ പിന്തുടർന്ന് അവിടെയും എത്തിയിരുന്നു. "വീണ്ടും കണ്ടുമുട്ടി അലക്സ്." ഞാൻ അസ്വസ്ഥനായി. "നിങ്ങൾ ഇവിടെ എന്തിന്?" "സ്വർണ്ണ പേനയ്ക്കായി." അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു ശബ്ദം കേട്ടു.
നിങ്ങൾ രണ്ടുപേരും വൈകിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞുനോക്കി. ഇരുട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ഞാൻ അവനെ കണ്ടപ്പോൾ ഞെട്ടി. അതാണ് ഇതുവരെ ഞങ്ങളെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ. അയാൾ ചിരിച്ചു. എന്റെ പേര് അരവിന്ദ്. നിങ്ങൾ ആരാണ്? ഞാൻ ചോദിച്ചു. ഈ പേനകളുടെ ചരിത്രം അറിയുന്ന അവസാന മനുഷ്യൻ. രാജീവും ഞാനും പരസ്പരം നോക്കി. ഇപ്പോൾ കഥ കൂടുതൽ സങ്കീർണമാകുകയായിരുന്നു. അരവിന്ദ് ക്ഷേത്രത്തിന്റെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടി. സ്വർണ്ണ പേനയെ കണ്ടെത്തണമെങ്കിൽ 3 പരീക്ഷണങ്ങൾ കടക്കണം. അതിനുശേഷം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. ഞാൻ ആ വാക്കുകൾ കേട്ട് നിശ്ശബ്ദനായി. പക്ഷേ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഗ്ർ. ക്ഷേത്രത്തിന്റെ നിലം വിറയ്ക്കാൻ തുടങ്ങി. ചുമരുകൾ നടുങ്ങി. ഒരു വലിയ വിള്ളൽ നിലത്ത് രൂപപ്പെട്ടു. ഓടൂ, അരവിന്ദ് നിലവിളിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. ഞാനും രാജീവും അരവിന്ദും നിലത്തോടൊപ്പം താഴേക്ക് വീണു. ഞങ്ങൾ ഒരു രഹസ്യ ഭൂഗർഭ മുറിയിലേക്ക് പതിച്ചു. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ടോർച്ച് തെളിച്ചു. അപ്പോൾ എന്റെ മുന്നിലെ ചുമരിൽ ഞാൻ അത് കണ്ടു. ഒരു വലിയ സ്വർണ്ണ ചിഹ്നം. 3ാമത്തെ പേനയുടെ അടയാളം. സ്വർണ്ണ പേനയുടെ രഹസ്യം ഇപ്പോൾ വളരെ അടുത്തായിരുന്നു. അടുത്ത ഭാഗത്തിൽ സ്വർണ്ണ പേനയുടെ യഥാർത്ഥ ശക്തി എന്താണ്? ഭൂഗർഭ മുറിയിൽ എന്ത് അപകടങ്ങളാണ് കാത്തിരിക്കുന്നത്? അരവിന്ദിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? 3 പരീക്ഷണങ്ങൾ വിജയിച്ച് അലക്സ് സ്വർണ്ണ പേന കണ്ടെത്തുമോ? മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 5 അവസാന ഭാഗം അറിയാം. അടുത്ത ഭാഗത്തിൽ അലക്സ്, രാജീവ് മേനോൻ, അരവിന്ദ് എന്നിവർ ക്ഷേത്രത്തിനടിയിലെ രഹസ്യ ഭൂഗർഭ മുറിയിൽ എത്തിച്ചേർന്നു. ചുമരിൽ തെളിഞ്ഞുനിൽക്കുന്ന സ്വർണ്ണ പേനയുടെ അടയാളം എന്താണ് സൂചിപ്പിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്വർണ്ണ പേന യഥാർത്ഥത്തിൽ എവിടെയാണ്? മുന്നിലുള്ള 3 അപകടകരമായ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അരവിന്ദ് യഥാർത്ഥത്തിൽ സുഹൃത്താണോ അതോ മറ്റൊരു ശത്രുവോ? ചുവന്ന പേനയുടെ ശക്തി ഉപയോഗിച്ച് അലക്സ് ഈ പരീക്ഷണങ്ങൾ മറികടക്കുമോ? ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും അപകടകരമായ വെല്ലുവിളികളും നിറഞ്ഞ കഥയുടെ ഏറ്റവും ആവേശകരമായ ഭാഗം നിങ്ങളെ കാത്തിരിക്കുന്നു. കഥയുടെ അടുത്ത ഭാഗം കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്.